ഹായ് ഹലോ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് ഒന്ന് റെഡി ആയിട്ട് അപ്പൂസിൻ്റെ സ്കൂളിൽ നിന്ന് പേരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പം അപ്പൂസിൻ്റെ 9th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി മൺഡേ മുതൽ 10th തുടങ്ങുവാണ്. അപ്പോൾ ഇന്ന് 9th ഫൈനലായിട്ടുള്ള പേരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം, സ്കൂളൊക്കെ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. ആക്ച്വലി അപ്പൂസിന് ഒരു ശതമാനം പോലും താല്പര്യമില്ല ഈ വീഡിയോ എടുക്കുന്നതിനോട്. പിന്നെ എൻ്റെ നിർബന്ധത്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളിൽ വീഡിയോ എടുക്കുന്നതിനോടോ അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ് റൂമോ അല്ലെങ്കിൽ അവിടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളൊക്കെ കാണിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ താഴെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ചുമന്ന റോസ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നു. നോക്കിയേ എത്ര നന്നായിട്ട് ചുമന്ന പൂ പിടിച്ച് നിൽക്കുന്നു നോക്കിയേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് ഞങ്ങൾ അവൻ്റെ സ്കൂളിലേക്ക് പോയി. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. എന്നാൽ കൂടി ഞാൻ ഈ പോകുന്ന വഴി എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷെട്ടേളി ഭാഗത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഫുള്ള് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല തണുവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ. നമുക്ക് ഇതുവരെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഏത് റൂട്ടിൽ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം പറയും ഈ റൂട്ട് കൂടെ പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ആണെന്നുള്ള നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുവൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ റോഡിൽ കൂടെ വരാനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എളുപ്പം എത്തുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂട്ട് വഴി വരുന്നത്. പക്ഷേ അപ്പൂസിന് സ്കൂളിൽ പോകാൻ ഇതുവഴി തന്നെ വരണം. കാരണം ഇവിടെ അടുത്തായിട്ടാണ് അപ്പൂൻ്റെ സ്കൂളുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി വന്നത്. അപ്പോൾ അപ്പൂസിൻ്റെ സ്കൂളിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ മുന്നേ പോകുന്ന കാറ് വന്നിട്ട് ഇലക്ട്രിക്കൽ കാറാണ്. ഇത് വന്നിട്ട് കുറച്ച് ദൂരമൊക്കെ പോകാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വലിയ ട്രാഫിക്കൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ ആകുമ്പോൾ ഈ ചെറിയ കാർ കൂടെ പോകാനെ കൊണ്ട് നല്ലതല്ലേ. അത് വെറുതെ ഇതിൻ്റെ മുന്നിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതില്ല എന്താ പറയുക, ബാറ്ററി കാർ എന്നൊക്കെ പറയത്തില്ല, സെയിം അത്രേ വലിപ്പമേ ഉള്ളൂ. പക്ഷേ അകത്ത് ഇരിക്കാനെ കൊണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ കാർ മുന്നിൽ കൂടെ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാനങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ആയിക്കഴിഞ്ഞാൽ അപ്പൂസിൻ്റെ സ്കൂളെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് പോയി ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പൂൻ്റെ സ്കൂളായി കേട്ടോ. ഈ ഭാഗത്തെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മരങ്ങൾ ഒരുപാടുണ്ട്, നല്ല തണുവൊക്കെയാണ്. നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാനെ കൊണ്ട് സുഖമാണ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. എത്ര വലിയ വെയിലായാലും ഈ മരങ്ങളുള്ളത് കൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പൂസിൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കൊണ്ട് അപ്പൂസിൻ്റെ സ്കൂളായി. അപ്പോൾ പോകുന്നത് നാരായണ ടെക്നോ സ്കൂളിലാണ് പോകുന്നത്. അവൻ നേരത്തെ ഉണ്ടായിരുന്നത് വന്നിട്ട് യൂറോ സ്കൂളായിരുന്നു. ലാസ്റ്റ് 8th മുതലാണ് അവൻ ഈ സ്കൂളിലേക്ക് മാറ്റിയത്. അങ്ങനെ എന്തായാലും 8th കഴിഞ്ഞു, 9th കഴിഞ്ഞു, ഇനി 10th. അപ്പോൾ മൺഡേ മുതൽ അപ്പൂസിന് 10th ക്ലാസ് തുടങ്ങും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വെറുതെ ഈ സ്കൂളിൻ്റെ ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ഈ ഭാഗത്തായിട്ട് പിള്ളേർ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അവൾ നേരത്തെ പോയമിച്ച് വന്നു കേട്ടോ. അപ്പോൾ വെറുതെ അവളുടെ വീഡിയോ ഞാൻ എൻ്റെ കൂടെ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോന്നു. ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അകത്തേക്ക് പോവാം. ഇനി ഇവിടെ താഴെ ചെല്ലുമ്പോൾ അറിയാം എവിടെയാണ് പേരൻസ് മീറ്റിംഗ് നടക്കുന്നതെന്നുള്ളത്. ഇന്ന് എന്തായാലും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അല്ലെങ്കിൽ അവൻ്റെ 3rd ഫ്ലോർ ആയിരുന്നു അവൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അവൻ്റെ മാസ് കാർഡ് അവൻ മേടിച്ചിട്ട് തന്നതാണ്. അപ്പോൾ ഞാൻ മാസ് കാർഡ് നോക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ അപ്പു ഡീസൻ്റ് ആവുന്ന എപ്പോഴാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയണോ. എന്ന് ടീച്ചേഴ്സ് പേരൻസ് മീറ്റിംഗ് ഉണ്ടോ അന്ന് ഭയങ്കര ഡീസൻ്റാണ് എൻ്റെ അപ്പു. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ വരുന്ന വഴിക്ക് ഇളനീര് കണ്ടു. എന്നാൽ ഒരു ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇളനീരിന് 35 രൂപയാണ് ഇവിടെയൊക്കെ വില കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൂസിന് ഒരു ഇളനീര് മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ഒരു ഇളനീര് മേടിച്ചു. അപ്പോൾ ആദ്യം അയാളോട് ഞാൻ വെള്ളത്തിൻ്റെ താന്ന് പറഞ്ഞപ്പോൾ അയാൾ കായുള്ളത് തന്നു. അത് കുടിച്ചപ്പോൾ അതിനകത്ത് വെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളമുള്ള ഒരു ഇളനീര് ഒന്നുകൂടെ താന്ന് പറഞ്ഞു. അങ്ങനെ വെറും വെള്ളമുള്ള ഒരു ഇളനീരും കൂടെ മേടിച്ചു. അങ്ങനെ ഞാൻ ഇളനീര് കുടിച്ചു. ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ചുമ്മാതെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സി യു.